നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി ഒരു പരിസ്ഥിതി ദിനം കൂടി. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷം ബഹിഷ്കരിച്ച് കൃഷി വകുപ്പ്. RSS പരിപാടിയിലെ ചിത്രങ്ങളെന്ന് ആരോപിച്ചായിരുന്നു ബഹിഷ്കരണം. രാജ്ഭവന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. നാടിൻ്റെ ഐശ്വര്യമായി ഒരു കുഞ്ഞു വനം. മുഹമ്മയിലെ KV ദയാൽ 2.5 പതിറ്റാണ്ട് മുമ്പാണ് സ്വന്തമായി കാടുണ്ടാക്കി നാടിന് പുതിയ മാതൃകയായത്. വേമ്പനാട്ട് കായലിൽ നിരോധിത പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ കൂമ്പാരമെന്ന റിപ്പോർട്ട്. കായലിൽ നിന്നും ശേഖരിച്ച മാലിന്യത്തിൻ്റെ 4/1 നിരോധിക്കപ്പെട്ടതെന്നും കണ്ടെത്തൽ. വേമ്പനാട്ട് കായലിലുള്ളത് 4500 ടൺ മാലിന്യം. ദിവസവും 55 കിലോമീറ്ററിലധികം സൈക്കിൾ ചവിട്ടുന്ന ഒരാൾ പരിചയപ്പെടാം. രാമങ്കരി സ്വദേശി രാജപ്പൻ. 25 വർഷത്തിലേറെയായി സൈക്കിളിൽ മാത്രമാണ് 62കാരനായ രാജപ്പൻ്റെ യാത്ര. പാണാവള്ളിയിൽ വാഹനാപകടം. ടൂറിസ്റ്റ് ബസ്സിടിച്ച ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. അരുക്കുറ്റി സ്വദേശി 24 വയസ്സുള്ള രാഹുലാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. പരിസ്ഥിതിയെയും പ്രകൃതിയെയും സംരക്ഷിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമായി ഒരു ലോക പരിസ്ഥിതി ദിനം കൂടി. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ദിനാചരണത്തിൻ്റെ ഭാഗമായി നാടെങ്ങുമുള്ള സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു. പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ സ്ഥാപിച്ചിട്ടുള്ള 65 എയറോബിക് ബിന്നുകൾ പ്രവർത്തനക്ഷമമാക്കൽ ക്യാമ്പയിൻ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എന്നിവർ കളക്ടറേറ്റ് വളപ്പിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KG ബാബു, അസിസ്റ്റന്റ് കോർഡിനേറ്റർ മുഹമ്മദ് കുഞ്ഞ് ആശാൻ, പ്രോഗ്രാം ഓഫീസർ P അഖിൽ, P ബിനുലാൽ, ഷഹാന കബീർ, KV രതീഷ്, ജില്ലാ പഞ്ചായത്ത് സീനിയർ സൂപ്രണ്ട് PV വിനോദ്, ഹരിതകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. ക്ലീൻ സിറ്റി മാനേജർ S സുദീപ് ഹരിത ഭാരത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി, കൗൺസിലർമാരായ ബാബു മുള്ളഞ്ചിറ, A അജി, MA സാജു, MK പുഷ്പകുമാർ, നഗരസഭാ സെക്രട്ടറി TK സുജിത്, രജിസ്ട്രാർ സ്റ്റാലിൻ ജോസ്, നഗരസഭാ ജീവനക്കാർ, ശുചീകരണ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സാക്ഷരതാ പ്രേരകന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. CPI ചേർത്തല എക്സ്റേ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൽ ഓർമ്മമരം നട്ടു. ലോക്കൽ സെക്രട്ടറിയും ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന ട്രഷററുമായിരുന്ന മൺമറഞ്ഞ K വേണുഗോപാലിൻ്റെ വസതിയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മമരം നട്ടുകൊണ്ട് ദേശീയ കൗൺസിൽ അംഗം TT ജിസ്മോൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ TS അജയകുമാർ അധ്യക്ഷനായി. K ഉമയാഷൻ, KB ചന്ദ്രബാബു, VK ഷാജിമോഹൻ, TJ ബേബി, സന്ദീപ്, A പഴനിയപ്പൻ, CT സന്തോഷ് കുമാർ, ശശികല, മനേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടി വാർഡ് കൗൺസിലർ A അജി ഉദ്ഘാടനം ചെയ്തു. NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് PT സതീശൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഹരികുമാർ, പ്രഥമാധ്യാപിക M ബിന്ദു, NSS പ്രോഗ്രാം ഓഫീസർ ബേബി ജയ, ജനപ്രതിനിധികൾ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അധ്യാപകർ, NSS വോളണ്ടിയേഴ്സ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഹരിതശ്രീ പരിസ്ഥിതി സംരക്ഷണ മാലിന്യ നിർമ്മാർജ്ജന കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിലും പരിസ്ഥിതി ദിനം ആചരിച്ചു. ചേർത്തല ഫയർ സ്റ്റേഷന് സമീപത്താണ് ദിനാചരണ പരിപാടി ഒരുക്കിയത്. ചേർത്തല അഖിലാഞ്ജലി ഗ്രൂപ്പ് ഓഫ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ PD ലക്കി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ തോമസ് P പുളിക്കൽ, CN ജോസഫ്, മുനിസിപ്പൽ കൗൺസിലർ A അജി, വേളൂർവട്ടം ശശികുമാർ, CN ജോസഫ്, R റെജി, മധുസൂദനൻ, നരേന്ദ്രകുമാർ, ബാബു KM, മഹേഷ്, സരിക കുഞ്ഞുമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല റോട്ടറി ഇന്നർവീൽ ക്ലബ്ബ് ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. വൃക്ഷത്തൈ നടീലും ഇതോടൊപ്പം നടന്നു. പ്രസിഡന്റ് ദേവി പ്രഭ രഞ്ജിത്ത്, സെക്രട്ടറി ബ്രിജി PS, അനു കണ്ണനുണ്ണി, ഓമന ജോസഫ്, ലിസി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷം ബഹിഷ്കരിച്ച കൃഷിവകുപ്പ്. RSS പരിപാടിയിലെ ചിത്രങ്ങളെന്ന് ആരോപണം. രാജ്ഭവൻ സ്വീകരിച്ചത് ഭരണഘടനാ വിരുദ്ധ നടപടിയെന്ന കൃഷിമന്ത്രി പി പ്രസാദ്. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ ഭാഗമായി ഫലവൃക്ഷ തൈകളുടെ വിതരണവും ഫലവൃക്ഷ തൈകൾ നടുകയും ചെയ്യുക എന്ന പരിപാടിയാണ് ഗവർണറെ പങ്കെടുപ്പിച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായുള്ള ആലോചനകളെ തുടർന്ന് പരിപാടി രാജ്ഭവനിൽ നടത്താൻ നിശ്ചയിക്കുകയും ചെയ്തു. രാജ്ഭവനിൽ സാധാരണഗതിയിൽ എന്ന വണ്ണം രാജ്ഭവനിൽ നമ്മൾ പരിപാടിയുടെ വിശദാംശങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അന്തിമമായി മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം അപ്രൂവ് ചെയ്യുന്നത് രാജ്ഭവനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ലിസ്റ്റെല്ലാം കൊടുത്തു. അവിടെ നിന്ന് അന്തിമമായി ലഭ്യമായ പ്രോഗ്രാം അനുസരിച്ചിട്ട് കൃഷി വകുപ്പ് തന്നെ സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ ചില മാറ്റങ്ങളെല്ലാം അവർ വരുത്തി. എന്നാൽ അതിനുശേഷം ഇന്നലെ ഒരു സന്ധ്യയോടുകൂടി പുതുക്കിയ പ്രോഗ്രാം വീണ്ടും രാജ്ഭവനിൽ നിന്ന് എൻ്റെ ഓഫീസിലേക്ക് എത്തിക്കുകയുണ്ടായി. ആ പ്രോഗ്രാം ഞാൻ തന്നെ നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് പ്രയർ എന്നുള്ളത് മാറ്റിയിട്ട് ലൈറ്റിംഗ് ഓഫ് ദ ലാമ്പ് ആൻഡ് ഫ്ലോറൽ ട്രിബ്യൂട്ട് ടു ദി ഭാരതാംബ എന്നായിരുന്നു. രാജ്ഭവൻ്റെ ചുമതലക്കാരെ ഞാൻ തന്നെ നേരിട്ട് വിളിച്ചു. എങ്ങനെയാണ് ഈ പരിപാടി നടപ്പിലാക്കുക എന്ന് ചോദിച്ചു. ഫ്ലോറൽ ട്രിബ്യൂട്ട് ഭാരതാംബ എന്നുള്ളത് എങ്ങനെയാണ്? രാജ്ഭവൻ്റെ മുഖ്യ ചുമതലക്കാരൻ എന്നോട് പറഞ്ഞത് ഇതിനകത്ത് ഒരു ചിത്രത്തിൻ്റെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തുക എന്നുള്ളതാണ് എന്നായിരുന്നു. അതെന്താണ് എന്ന് അറിയേണ്ടത് ഞങ്ങൾക്ക് അനിവാര്യമാണ്. കാരണം ഇതൊരു ഗവൺമെൻറ് പരിപാടിയാണ്. ആ ഗവൺമെൻറ് പരിപാടിയിൽ ഇത്രയും നാളത്തെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു പുതിയ പരിപാടി വന്നു കയറുമ്പോൾ, ഇത്രയും നാളത്തെ രാജ്ഭവൻ്റെയും ചരിത്രത്തിലില്ലാത്ത ഒരു പുതിയ പരിപാടി സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമായി വന്നു കയറുമ്പോൾ അതെന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ആ കാര്യം ധരിപ്പിക്കണം എന്ന് രാജ്ഭവൻ്റെ മുഖ്യ ചുമതലക്കാരനോട് ഞാൻ തന്നെ നേരിട്ട് പറയുകയുണ്ടായി. അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് നോക്കിയതിന് ശേഷം അവിടെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഭാരതാംബയുടെ ഒരു ചിത്രമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്കൊരു ചിത്രം അയച്ചു തന്നു. ആ ചിത്രം RSS മാത്രം ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ചിത്രമാണ്. അതൊരു കാരണവശാലും നമ്മളുടെ ഒരു പൊതുപരിപാടിക്ക്, ഒരു സർക്കാർ പരിപാടിക്ക് ഉപയോഗിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ അപ്പോൾ തന്നെ അറിയിച്ചു. അവർ ഗവർണറോട് ഇക്കാര്യം സംസാരിച്ചു. ഗവർണറോട് സംസാരിച്ചതിന് ശേഷം എന്നെ വീണ്ടും തിരികെ രാജ്ഭവനിൽ നിന്ന് നിരവധി തവണ എന്നെ വിളിക്കുകയുണ്ടായി. അന്തിമമായി അവർ പറഞ്ഞത് ഈ പടം മാറ്റാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ഇത് ഉൾപ്പെടുത്താനാണ് ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ്. നമുക്കൊരു ഭരണഘടന അനുസരിച്ച് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയോ പൊതു ചടങ്ങുകൾക്കകത്ത് മത രാഷ്ട്രീയ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന നിലപാടുകൾ വ്യക്തമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നില്ല. അങ്ങനെയാകുമ്പോൾ ഇത് ഒരു വിഭാഗം മാത്രം ഉപയോഗിക്കുന്ന ഒരു ചിത്രത്തെ നമുക്ക് ഇത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്നുള്ള നിലപാട് ഞാൻ എടുത്തു. RSS പരിപാടിയിലെ ചിത്രമാണ് രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ഉപയോഗിച്ചതെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. ചിത്രത്തെ ചൊല്ലി വിവാദമുയർന്നതിനെ തുടർന്ന് രാജ്ഭവനിലെ പരിപാടി ഉപേക്ഷിച്ചു. ചിത്രം മാറ്റണമെന്ന് കൃഷിവകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ അതിന് തയ്യാറായില്ല. തുടർന്ന് പരിപാടി ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് കൃഷിമന്ത്രി പറഞ്ഞു. തുടർന്ന് രാവിലെ കൃഷിവകുപ്പിൽ നിന്ന് പരിപാടി റദ്ദാക്കിക്കൊണ്ട് വിവരം അറിയിച്ചു. തുടർന്നാണ് ദർബാർ ഹാളിലേക്ക് പരിപാടി മാറ്റിയത്. ദർബാർ ഹാളിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകിയിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. നാടിൻ്റെ ഐശ്വര്യമായി ഒരു കുഞ്ഞു വനം. മുഹമ്മയിലെ പരിസ്ഥിതി പ്രവർത്തകനായ KV ദയാൽ 2.5 പതിറ്റാണ്ട് മുമ്പാണ് സ്വന്തമായി കാടുണ്ടാക്കി നാടിന് മാതൃകയായത്. മുഹമ്മ കായിപ്പുറം സ്വദേശിയായ KV ദയാലിൻ്റെ വീടിനോട് ചേർന്ന് അദ്ദേഹം നട്ടു നനച്ചു വളർത്തുന്ന കാട് നാടിൻ്റെയും ഐശ്വര്യമാണ്. 200-ലധികം സസ്യങ്ങളും 1000-ഓളം ജീവജാലങ്ങളുമുണ്ട് ആ കൊച്ചു വനത്തിൽ. ലോകത്തിൻ്റെ ചൈതന്യം കുടിയിരിക്കുന്ന ഇടമാണ് കാടുകൾ. ജൈവികതയുടെ ഈറ്റില്ലം. ഭൂമിയിൽ നിന്ന് വനങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് കാട് വച്ചുപിടിപ്പിക്കുന്നതിനും പരിപാലിപ്പിക്കുന്നതിനും ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ദയാൽ എല്ലാ തലമുറയ്ക്കും മാതൃകയാണ്. എല്ലാ പരിസ്ഥിതി ദിനങ്ങൾക്കും ഓർമ്മപ്പെടുത്തലാണ് KV ദയാൽ എന്ന മനുഷ്യൻ. കാടുണ്ടെങ്കിലേ കൃഷിയുള്ളൂ, കൃഷിയുണ്ടെങ്കിലേ നാടുള്ളൂ അദ്ദേഹം പറയുന്നു. കൃഷിയിടങ്ങളുടെ അടിസ്ഥാനമാണ് കാടുകൾ. കാട്ടിലെ എക്കൽ മണ്ണ്, പുഴകൾ കൃഷിയിടങ്ങളിൽ എത്തിക്കുന്നത് കൊണ്ടാണ് നെല്ലറകളിൽ നെല്ല് വിളയുന്നതും നമ്മൾ അന്നമുണ്ണുന്നതും. കാടിനെ നിരീക്ഷിക്കുകയും പഠിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നല്ല ജൈവ കർഷകനാകാൻ കഴിയൂ. വാങ്ങുമ്പോൾ വെറും തരിശായി കിടന്നിരുന്ന മണ്ണിൽ എന്തെങ്കിലും വിളയിച്ചെടുക്കുക എന്ന ശ്രമകരമായ ജോലിയാണ് KV ദയാൽ ഏറ്റെടുത്തത്. പരിശ്രമങ്ങൾക്കും പരാജയങ്ങൾക്കുമൊടുവിൽ ജപ്പാനീസ് കൃഷിരീതി ഇവിടെ പയറ്റി നോക്കാം എന്ന ആശയത്തിലേക്ക് ദയാൽ എത്തുകയായിരുന്നു. അതിന് വഴിതെളിച്ചതാകട്ടെ ജപ്പാൻകാരനായ മനസോബു ഫുക്കുവോക്കയുടെ പ്രകൃതി കൃഷിരീതിയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും.
ഒരു തരി സൂര്യപ്രകാശം പോലും മണ്ണിൽ വീഴാത്ത വിധം ഒരുക്കിയെടുത്ത കാട്ടിൽ സൂക്ഷ്മജീവികളും മറ്റ് ജീവജാലങ്ങളും സൗകര്യത്തോടെ വാഴുന്നു. അവരുടെ കർത്തവ്യങ്ങൾ അവർ ഭംഗിയായി നിറവേറ്റുന്നു. കൃഷിയോടും പരിസ്ഥിതിയോടും ചെറുപ്പം മുതലുള്ള താല്പര്യമാണ് പരീക്ഷണങ്ങളിലൂടെ നടന്ന ദയാലിൻ്റെ ഈ കൊച്ചു വനം. കാടുണ്ടാക്കിയിട്ട് ഇപ്പോൾ 25 വർഷമാകുന്നു. ദയാലിന് പ്രായം 78. ഇപ്പോഴും കർമ്മനിരതൻ. 1.5 ഏക്കർ വരുന്ന സ്ഥലത്ത് 1 ഏക്കറോളം വിളകൾ കൊണ്ടുള്ളൊരു കാട്. ബാക്കി വരുന്ന 50 സെൻറ്റിൽ കുളവും കുന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. 10 സെൻറ്റിൽ ഒരു സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ KV ദയാൽ. 2006 സംസ്ഥാന സർക്കാർ ആദ്യത്തെ വനമിത്ര പുരസ്കാരവും KV ദയാലിന് നൽകി ആദരിച്ചു. ടൈം ന്യൂസ്, മുഹമ്മദ്. വേമ്പനാട്ട് കായലിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കൂമ്പാരമെന്ന് റിപ്പോർട്ട്. വേമ്പനാട്ട് കായലിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങളുടെ 4/1 നിരോധിക്കപ്പെട്ട മാലിന്യങ്ങളാണെന്ന് കണ്ടെത്തൽ. വേമ്പനാട്ട് കായലിൽ 4500 ടണ്ണോളം മാലിന്യങ്ങളുണ്ടെന്നും സൂചന. വേമ്പനാട്ട് കായൽ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായി കായലിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യത്തിൽ 4/1 നിരോധിക്കപ്പെട്ട വിഭാഗത്തിൽ വരുന്നവയാണെന്ന് കണ്ടെത്തൽ. മുംബൈ IITയും സന്നദ്ധ സേവന സ്റ്റാർട്ടപ്പായ ടാക്സ് ഫോറവും ചേർന്ന് നടത്തിയ ബ്രാൻഡ് ഓഡിറ്റോറിയത്തിലാണ് ഈ കണ്ടെത്തൽ. ആലപ്പുഴ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കായൽ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായി 28.72 ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് നേരത്തെ ശേഖരിച്ചത്. ഇതിൽ 1 ടൺ സാമ്പിളായി എടുത്താണ് സർവേ നടത്തിയത്. അതിൽ 250 കിലോഗ്രാമും പുനരുപയോഗം സാധ്യമല്ലാത്ത നിരോധിത പ്ലാസ്റ്റിക് ഇനങ്ങളായിരുന്നു. മണ്ണിൽ അലിഞ്ഞു ചേരുന്നില്ല എന്നതിനാൽ ഇവ പരിസ്ഥിതിക്ക് ദോഷമാണ്. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന 20ഓളം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ 2020 ജനുവരി 1-നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്. 75 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് 2021 ഒക്ടോബറിൽ രാജ്യത്താകെ നിരോധിച്ചിട്ടുണ്ട്. വേമ്പനാട് കായലിൽ നിന്ന് കിട്ടിയ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് 4 വർഷം പോലും പഴക്കമില്ല. 4.5 വർഷം മുൻപ് സംസ്ഥാനത്ത് നടപ്പാക്കിയ പ്ലാസ്റ്റിക് നിരോധനം ഫലപ്രദമായില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ തെളിയുന്നു. മുംബൈ IITയും ടാക്സ് ഫോറവും ചേർന്നുള്ള സംവിധാനമായ ലിവിംഗ് ലാബ് ആലപ്പി നടത്തിയ സർവേയിൽ ചേർത്തല SN കോളേജിലെയും ആലപ്പുഴ ഗവൺമെൻറ് കോളേജിലെയും 150 NSS വളണ്ടിയർമാരും പങ്കാളികളായിരുന്നു. വേമ്പനാട് കായലിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം ഏതെല്ലാം കമ്പനികൾ നിർമ്മിച്ചതാണെന്ന് കണ്ടെത്താനാണ് ബ്രാൻഡ് ഓഡിറ്റ് നടത്തിയത്. ഈ കമ്പനികളുടെ CSR ഫണ്ടിൽ നിന്ന് കായൽ ശുചീകരണത്തിനുള്ള പണം ആവശ്യപ്പെടും. രാജ്യത്ത് നിലവിലുള്ള എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി നയം പ്രകാരം പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ഉൽപ്പാദകർക്കാണ്. ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ 50% പുനരുപയോഗിക്കണം എന്നാണ് നിയമം. ഉൽപ്പാദകർക്ക് നേരിട്ട് റീസൈക്ലിംഗ് പ്രക്രിയ നിർവഹിക്കാം. ഇല്ലെങ്കിൽ അതിൻ്റെ ചെലവ് കമ്പനി വഹിക്കണം. വേമ്പനാട്ട് കായലിൽ 1000ഓളം ബ്രാൻഡുകളുടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 461 ബഹിരാഷ്ട്ര കമ്പനികളുണ്ട്. 450 ബ്രാൻഡുകൾ കേരളത്തിലുള്ളവയാണ്. കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ ബ്രാൻഡുകൾ 51. ടൈം ന്യൂസ്, ആലപ്പുഴ. പത്തനാപുരം ഗാന്ധി ഭവൻ്റെ നേതൃത്വത്തിൽ അയൽവീട്ടിൽ ഒരു മരം പദ്ധതിക്ക് തുടക്കമായി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് അയൽവീട്ടിൽ ഒരു മരം പദ്ധതിക്ക് ഗാന്ധി ഭവൻ തുടക്കമിടുന്നത്. അയൽവീട്ടുകാർ തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര കാരുണ്യ കുടുംബമായ പത്തനാപുരം ഗാന്ധി ഭവന്റെ നേതൃത്വത്തിൽ ഈ വർഷം നടപ്പാക്കുന്ന അയൽവീട്ടിലൊരു മരം പദ്ധതിക്ക് തുടക്കമായി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് കുട്ടികളിലൂടെ അയൽവീടിൽ ഒരു മരം പദ്ധതി ഗാന്ധി ഭവൻ സംഘടിപ്പിക്കുന്നത്. അയൽവീടുകൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക, വൃക്ഷം നൽകുന്ന ഫലം ഫലമായി പങ്കുവയ്ക്കുക, മരം നൽകുന്ന തണൽ ഭൂമിക്ക് സംരക്ഷണമാകുക, ലഹരി വേണ്ട ജീവിതമാണ് ലഹരി എന്നീ സന്ദേശങ്ങളിലൂടെയാണ് അയൽവീട്ടിലൊരു മരം പദ്ധതി നടപ്പിലാക്കുന്നത്. കായംകുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ 2 വർഷക്കാലമായി 20,000ഓളം ഫലവൃക്ഷ തൈകളാണ് ഗാന്ധിഭവൻ അയൽവീടുകളിൽ നട്ടത്. 20 ബ്രാഞ്ചുകളിലൂടെ കേരളമാകെ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള പ്രയത്നത്തിലാണ് ഗാന്ധിഭവൻ എന്ന് സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ അറിയിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായംകുളം സെന്റ് മേരീസ് സ്കൂളിൽ മലങ്കര കത്തോലിക്ക മാവേലിക്കര രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് നിർവഹിച്ചു. പ്ലാസ്റ്റിക് മലിനീകരണം 3 മാരകമായ പ്രത്യാഘാതങ്ങളെ വർദ്ധിപ്പിക്കുന്നു. കാലാവസ്ഥ വ്യതിയാന പ്രതിസന്ധി, കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ. സാധാരണ സ്കൂൾ തുറന്നു നിൽക്കുന്ന ആ സമയത്താണ് മഴ പെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ അതിന് ഒരാഴ്ച മുമ്പേ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കൊക്കെ സ്കൂളിലേക്ക് വരുമ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാന പ്രതിസന്ധി, പ്രകൃതിയുടേതായ പ്രതിസന്ധി, മലിനീകരണത്തിൻ്റെയും മാലിന്യത്തിൻ്റെതുമായ പ്രതിസന്ധി, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് കാര്യമായി പഠിക്കുവാൻ നമുക്ക് കഴിയണം. ആഗോളതലത്തിൽ ഓരോ വർഷവും ഏകദേശം 11 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ
ജല ആവാസ വ്യവസ്ഥയിലേക്ക് ഒഴുകുന്നു. അതേസമയം കാർഷിക ഉൽപ്പന്നങ്ങളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മൂലം മലിനജലത്തിൽ നിന്നും മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നും. സ്കൂൾ PTA പ്രസിഡന്റ് ഫറൂഖ് സഖാഫി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ വിഷയാവതരണം നടത്തി. CPCRI ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോസഫ് രാജകുമാരൻ മുഖ്യ സന്ദേശം നടത്തി. വിദ്യാർത്ഥികൾക്ക് വിയറ്റ്നാം സൂപ്പർ ഏലി പ്ലാവ്, മാവ് തുടങ്ങിയ തൈകൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ റവൻ സിസ്റ്റർ ദീപ്തി സ്വാഗതവും അധ്യാപക പ്രതിനിധി തനു മാത്യു നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. പരിസ്ഥിതി ദിനത്തിൽ ഹോട്ടലുകളിൽ പാഴ്സൽ വാങ്ങാൻ എത്തുന്നവർക്ക് ആനുകൂല്യങ്ങളുമായി ഹോട്ടൽ ഉടമകൾ. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാതൃകാ തീരുമാനം നടപ്പാക്കിയത്. പരിസ്ഥിതി ദിനത്തിൽ ഹോട്ടലുകളിൽ പാഴ്സൽ വാങ്ങാൻ വരുന്നവർക്ക് ഇളവ് നൽകി ഹോട്ടൽ ഉടമകൾ. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം. ഇനി മുതൽ പാത്രവുമായി പാഴ്സൽ വാങ്ങാൻ വരുന്നവർക്ക് 5% ഇളവ് നൽകുന്നതാണ്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പരിസ്ഥിതി ദിനാചരണവും പദ്ധതിയുടെ ഉദ്ഘാടനവും യൂണിറ്റ് പ്രസിഡന്റ് SK നസീർ നിർവഹിച്ചു. നമുക്കറിയാം, ഇന്ന് പരിസ്ഥിതിയിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാകുന്നത് പ്ലാസ്റ്റിക്കാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി നാം ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ തടയാൻ കഴിയുള്ളൂ. ഇന്ന് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിൽ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഞങ്ങളുടെ ഹോട്ടലുകളുടെ ജൈവ മാലിന്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അത്തരത്തിലുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നവരെ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കും. യൂണിറ്റ് സെക്രട്ടറി സത്താർ, രമേശ് ആര്യാസ്, വിജയകുമാർ ശ്രീകൃഷ്ണ, പ്രവീൺ കുമാർ മഞ്ചിമ, ബിജു താസ, താഹാക്കുട്ടി, ഹരിദാസ് ശ്രീഹരി, ബിന്ദു രാഗസുധ, രമ്യ പ്രഭു, മക്തൂം മലബാർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. പരിസ്ഥിതി ദിനത്തിൽ തീരദേശവാസികൾക്ക് ആശ്വാസ വാർത്ത. അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിലുള്ള കണ്ടെയ്നറുകളുടെ വിവരങ്ങൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കാര്യമായ ആശങ്കയ്ക്ക് വഴിയില്ലെന്ന സൂചന. അറബിക്കടലിൽ കഴിഞ്ഞയാഴ്ച മുങ്ങിയ MSC എൽസ എന്ന ലൈബീരിയൻ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകളിൽ 8 കണ്ടെയ്നറുകളിൽ ഒഴികെ ബാക്കിയുള്ളവയിലെല്ലാം തേങ്ങയും കശുവണ്ടിയും തടി ഉരുപ്പടികളും. സംസ്ഥാന സർക്കാർ സമർപ്പിച്ച മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. കണ്ടെയ്നറുകളിലുള്ള രാസവസ്തു കാൽസ്യം കാർബൈഡാണ്. ഇത് പരിസ്ഥിതിക്കും കടൽ ജീവികൾക്കും അധികം ദോഷകരമല്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കടലിൻ്റെ ഉപരിതലത്തിൽ വന്നാൽ അസിറ്റിയോൺ എന്ന വാതകം ഉണ്ടാകുമെന്നും അത് തീപിടിക്കും എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഇവ അടങ്ങിയ കണ്ടെയ്നറുകൾ കപ്പലിനുള്ളിൽ ആയതിനാൽ തീപിടിക്കാനുള്ള സാധ്യത കുറവാണ്. കണ്ടെയ്നറിൽ രാസവസ്തുക്കൾ ഉണ്ടെന്നും അത് മത്സ്യസമ്പത്തിന് ഹാനികരമാകുമെന്നും തീരദേശത്ത് ആശങ്ക പടർന്നിരുന്നു. മത്സ്യവിപണിയെപ്പോലും ഇത് ബാധിച്ചു. രാസവസ്തുക്കൾ ഉള്ളതിനാൽ മത്സ്യം കഴിക്കരുത് എന്നും പ്രചരണമുണ്ടായി. സർക്കാർ ഹൈക്കോടതിയെ സത്യാവസ്ഥ ബോധിപ്പിച്ചതോടെ ഭയാശങ്കകൾ കുറഞ്ഞിട്ടുണ്ട്. ടൈം ന്യൂസ് ചേർത്തല. ദിവസവും 55 കിലോമീറ്ററിലധികം സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടാം. ആലപ്പുഴ രാമങ്കരി സ്വദേശിയായ രാജപ്പൻ. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിലേറെയായി 62 വയസ്സുള്ള രാജപ്പൻ സൈക്കിളിലാണ് സഞ്ചരിക്കുന്നത്. സൈക്കിൾ ചവിട്ടുക എന്ന് പറഞ്ഞാൽ ആരോഗ്യ സംരക്ഷണത്തിനല്ലേ എന്ന് പലരും ചോദിക്കും. എന്നാൽ രാമങ്കരി പഞ്ചായത്ത് 7-ാം വാർഡിൽ വേഴപ്ര ദേവസഞ്ചിറ വീട്ടിൽ രാജപ്പൻ എന്ന രാജു ജോലി ആവശ്യങ്ങൾക്കായാണ് സൈക്കിളിൽ ഇത്ര ദൂരം സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിലേറെയായി രാജു സൈക്കിളുമായി ചങ്ങാത്തം തുടങ്ങിയിട്ട്. ഗാർഡൻ്റെ ജോലികളും പിന്നെ പറമ്പിലെ പുല്ലുവെട്ടുന്ന ജോലികളുമാണ് രാജുവിൻ ചെയ്യുന്നത്. ഗതാഗത സൗകര്യം കുറവായിരുന്ന കാലത്ത് തുടങ്ങിയതാണ് ഈ കൂട്ട. പിന്നീട് സൈക്കിൾ ചവിട്ടിയില്ലെങ്കിൽ ദിവസം പൂർത്തിയാകാറില്ലെന്ന് രാജു പറയുന്നു. ഒരു ദിവസം 26 കിലോമീറ്റർ, അങ്ങോട്ട് ഇങ്ങോട്ട് 26. അപ്പോൾ 52 കിലോമീറ്റർ എന്ന് പറയാം. 52 കിലോമീറ്റർ ഒരു ദിവസം. 55 കിലോമീറ്റർ ചവിട്ടും ഒരു ദിവസം. ആലപ്പുഴ ഞാൻ ഇത് രാമഞ്ചേരിയാണ് സ്ഥലം. രാമഞ്ചേരി ഞാൻ ആലപ്പുഴയിൽ ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് സൈക്കിളിൽ തന്നെയാണ് വരുന്നത്. ഞാൻ എത്ര വർഷമായിട്ട് ചവിട്ടുന്നു? 25 വർഷമായിട്ട് ഞാൻ സൈക്കിൾ സ്ഥിരമായിട്ട് ചവിട്ടുന്നു. എനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. അപ്പം എനിക്ക് ഒരു ദിവസം ചവിട്ടിയില്ലെങ്കിലാണ് പ്രശ്നം. ചവിട്ടിയില്ലേ ആകെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ പണിയില്ലാത്ത സമയമാണെങ്കിൽ നമ്മുടെ റോഡാക്കർ ചുമ്മാ അങ്ങോട്ട് ഇങ്ങോട്ട് ചവിട്ടാം. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത് ചോദിച്ചു, നിങ്ങൾക്കല്ലേ പിന്നെ ആത്താങ്ങ് ചോദിച്ചു. പിന്നെ ചവിട്ടാഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ടാവും. 25 വർഷം മുൻപേ വാങ്ങിയ സൈക്കിളിലാണ് ഇപ്പോഴും യാത്ര. കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനാൽ വഴിയിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. ആലപ്പുഴ ടൗണിലും സമീപ പ്രദേശങ്ങളിലുമാണ് രാജുവിന് ജോലി. രാവിലെ 6:45 വീട്ടിൽ നിന്നിറങ്ങി 1.5 മണിക്കൂർ കൊണ്ട് ജോലി സ്ഥലത്തെത്തും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും സൈക്കിളിലെ യാത്ര ഒഴിവാക്കാറില്ല. വൈകിട്ട് 5:45 ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് തിരിക്കും. 7:30 വീട്ടിലെത്തും. മികച്ച കലാകാരൻ കൂടിയാണ് രാജു. ഉത്സവ സീസണുകളിൽ രാമനാട്ടവും കൃഷ്ണനാട്ടവും ചെയ്യും. കൂടാതെ ദേശതാലപ്പൊലിയിലും മറ്റും മോഹിനി, പാർവതി, ഭരതനാട്യം വേഷങ്ങളും ചെയ്യാറുണ്ട്.
ഏകമകൻ മരണപ്പെട്ടു പോയതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. മകളെ വിവാഹം കഴിച്ചയച്ചു. കലാകാരിയായ ഭാര്യ സിന്ധുവാണ് കൂട്ടിനുള്ളത്. ടൈം ന്യൂസ്, ആലപ്പുഴ. പാണവള്ളിയിൽ വാഹനാപകടം. ടൂറിസ്റ്റ് ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. അരുക്കുറ്റി പഞ്ചായത്ത് 9-ാം വാർഡിൽ കൊട്ടാരത്തിൽ പരേതനായ നകുലൻ്റെ മകൻ 24 വയസ്സുള്ള രാഹുലാണ് മരിച്ചത്. അരുക്കുറ്റി പഞ്ചായത്ത് 9-ാം വാർഡ് കൊട്ടാരത്തിൽ വീട്ടിൽ പരേതനായ നകുലൻ്റെ മകൻ 24 വയസ്സുള്ള രാഹുലാണ് മരിച്ചത്. പാണവള്ളി കണ്ണാട്ട് കലുങ്കിന് സമീപം വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് അപകടം. രാഹുൽ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ടൂറിസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. അതീവ ഗുരുതരമായി പരിക്കേറ്റ രാഹുലിനെ പൂച്ചാക്കൽ പോലീസെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. എറണാകുളത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനാണ് രാഹുൽ. ബന്ധുവീട്ടിൽ പോയി മടങ്ങുമ്പോഴായിരുന്നു അപകടം. ലതിക, മാതാവും അഖിൽ സഹോദരനുമാണ്. സംസ്കാരം നടത്തി. BJP നേതാവ് കുമ്മനം രാജശേഖരൻ പുളിങ്കുന്നിലെ വെള്ളപ്പൊക്ക മേഖലയിൽ സന്ദർശനം നടത്തി. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. 800 കോടിയിൽ പരം രൂപ ചെലവഴിച്ച് ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് പണി പൂർത്തിയാക്കിയെന്ന് പറയുന്നു ഇനിയും പണിയുണ്ടെന്ന്. എന്തായിരുന്നാലും അന്ന് പണിയുമ്പോൾ ജനങ്ങൾക്ക് കൊടുത്തൊരു വാഗ്ദാനമുണ്ട്. വെള്ളപ്പൊക്കക്കാലത്ത് ഈ AC റോഡ് ഈ നാട്ടിൽ ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും. എല്ലാ വിധത്തിലും ശരണം നൽകുന്ന, അഭയം തേടാൻ കഴിയുന്ന ഒരു റോഡായി ഈ പാലങ്ങളും എല്ലാം മാറും എന്ന് അന്ന് മന്ത്രി പറഞ്ഞതാണ്. പക്ഷേ അനുഭവം എന്താണ്? ഒരു ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ റോഡിൽ മുഴുവൻ വെള്ളമാണ്. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കുട്ടനാടിൻ്റെ സ്ഥിതിഗതികൾ വസ്തുതാപരമായി യാഥാർത്ഥ്യബോധത്തോടുകൂടി കണ്ട് ശാസ്ത്രീയമായ ഒരു ആസൂത്രണമില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. തീർച്ചയായും ഇതിൽ അഴിമതിയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിന് സമാധാനം പറയണം. ഗവൺമെൻറ് ഈ നാട്ടിലെ ജനങ്ങളോട് സമാധാനം പറയണം. ഇപ്പോഴും ഈ പ്രദേശത്തെമ്പാടുമുള്ള ജനങ്ങൾ ഈ റോഡിൻ്റെ അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്ന റോഡിൻ്റെ ദുരിതവും ദുരന്തവുമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ശാപമായി മാറിയിരിക്കുന്നത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ നിർമ്മാണത്തിലുള്ള ആസൂത്രണത്തിലെ അപാകതയാണ് ഇപ്പോൾ ഉണ്ടായ ദുരന്തത്തിന് കാരണമായതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. പുളിങ്കുന്നിലെ വെള്ളം കയറിയ പ്രദേശങ്ങൾ സന്ദർശിച്ചതിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളപ്പൊക്കകാലത്ത് കുട്ടനാട്ടുകാർക്ക് പുനർനിർമ്മിക്കുന്ന റോഡ് അനുഗ്രഹമായിരിക്കുമെന്നാണ് അന്ന് മന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ നാട്ടുകാർക്ക് ദുരിതവും ദുരന്തവുമായി ഈ റോഡ് ഇപ്പോൾ മാറിക്കഴിഞ്ഞു. 800 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ പുനർനിർമ്മാണം നടത്തിയത്. എന്നാൽ കുട്ടനാട്ടുകാർക്ക് AC റോഡ് ഇപ്പോൾ ശാപമായി മാറി. ഇതിന് സർക്കാർ സമാധാനം പറയണമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. വാർഡ് മെമ്പർ വിധു പ്രസാദ്, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജിത് പിഷാര തുടങ്ങിയവർ കുമ്മനത്തോടൊപ്പം ഉണ്ടായിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ BSNL ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണാ സമരം സംഘടിപ്പിച്ചത്. CITU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ BSNL ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മെഡിക്കൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവുമാരുടെ തൊഴിൽ അവകാശത്തിനെതിരെ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച കരിനിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. ആശുപത്രിയിൽ തൊഴിലെടുക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാർ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് KMSRA ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. CITU ജില്ലാ പ്രസിഡന്റ് H. സലാം MLA ധർണ ഉദ്ഘാടനം ചെയ്തു. KMSRA ജില്ലാ പ്രസിഡന്റ് S. ദിനിമോൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി C. വിജയ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിത, രാജുമോൻ, TB ഫിറോസ്, CB ധന്യ, മനുദാസ്, ജെയ്സൺ ജോസഫ്, ഹരീഷ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 11 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 80ഓളം പേർ ധർണയിൽ പങ്കെടുത്തു. 1.5 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലവകാശം നിഷേധിക്കുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ജോലി നിഷേധിച്ചുകൊണ്ട് ആ പ്രിമൈസസിൽ കയറുന്നതിന് ശിക്ഷാർഹമാണ് എന്ന തരത്തിലുള്ള ഒരു സർക്കുലർ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതോടൊപ്പം സെയിൽസ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് തൊഴിൽ നിയമങ്ങൾ ഈ തൊഴിൽ നിയമ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി തന്നെ മുതലാളിക്ക് അനുകൂലമായി കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി തൊഴിൽ നിയമങ്ങളാകെ മാറ്റിയിരിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിലെ കൂലി അടിമകളാക്കി അഭ്യസ്തവിദ്യരായിട്ടുള്ള മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് വരെ മാറ്റുന്ന ഈ നിലപാടിനെതിരെ ഇന്ന് രാജ്യത്താകെ പ്രക്ഷോഭം നടക്കുകയാണ്. ടൈം ന്യൂസ്, ആലപ്പുഴ. കായംകുളം നഗരസഭയുടെ സഞ്ചരിക്കുന്ന ശൗചാലയ പ്ലാന്റ് വാങ്ങിയതിൽ അഴിമതിയെന്ന് ആരോപണം വ്യക്തമായ സാഹചര്യത്തിൽ നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയെന്ന് പ്രതിപക്ഷം ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കായംകുളം പട്ടണത്തിലെ മനുഷ്യ മാലിന്യം സംസ്കരിക്കുന്ന ഒരു പ്ലാന്റുമായി ഭരണ നേതൃത്വം രംഗത്ത് വന്നത് ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെങ്ങും ചർച്ച ചെയ്തില്ല. ഇതിന് പണം അനുവദിക്കേണ്ട ഫൈനാൻസ് കമ്മിറ്റികൾ ചർച്ച ചെയ്തില്ല. ഈ പ്ലാന്റ് വാങ്ങിച്ചതിൽ വലിയ ദുരൂഹത നിൽക്കുകയാണ്. കാരണം ഇതിൻ്റെ ടെക്നിക്കൽ
നോഹവിനെ കുറിച്ച് സഭയെ അറിയിച്ചിട്ടില്ല. ഒരു വീട്ടിൽ നിന്നും 6000 രൂപ വെച്ച് മേടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഫയൽ പരിശോധിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ എഗ്രിമെന്റ് പോലും വളരെ കൃത്രിമമായി കെട്ടിച്ചമച്ചതാണ്. ഈ കാര്യത്തിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ഞങ്ങൾ ഇത് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ഞങ്ങൾ ഇത് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി അന്വേഷിക്കപ്പെടണം. അതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ആ നടപടി ഉണ്ടാകുന്നതുവരെ ചെയർപേഴ്സൺ സൽസ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്നാണ് UDFന്റെ ആവശ്യം. കായംകുളം നഗരസഭയുടെ സഞ്ചരിക്കുന്ന ശൗചാലയ മാലിന്യ പ്ലാന്റ് അഴിമതി ഇടപാട് നഗരസഭയിലെ ഭരണപക്ഷ അംഗങ്ങൾ പോലും വിയോജിപ്പ് നൽകിയതോടെ അഴിമതി വ്യക്തമായ സാഹചര്യത്തിൽ ചെയർപേഴ്സണെതിരെ അവിശ്വാസത്തിന് UDF നോട്ടീസ് നൽകി. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കുവാൻ നഗരസഭയ്ക്ക് കീഴിൽ അനുയോജ്യമായ 5.5 ഏക്കറോളം സ്ഥലം ഉണ്ടെന്നിരിക്കെ ഇത് മറച്ചുവെച്ചാണ് പ്ലാന്റ് സ്ഥാപിക്കാൻ അനുയോജ്യമായ സ്ഥലം ലഭ്യമല്ല എന്നും അതുകൊണ്ട് സഞ്ചരിക്കുന്ന പ്ലാന്റ് വാങ്ങണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഫയലെഴുതി തട്ടിപ്പിന് തുടക്കം കുറിച്ചത്. ഇതിന് പറ്റിയ വാഹനം സർക്കാർ ഏജൻസിയായ ജെമ്മിൽ നിന്ന് വാങ്ങുവാനുള്ള കൗൺസിൽ തീരുമാനം അട്ടിമറിച്ച ജെമ്മിൽ നിന്ന് ലഭിക്കില്ല എന്ന് കുറിപ്പെഴുതി സ്വകാര്യ ഏജൻസിയിൽ നിന്നും വാഹനം വാങ്ങിക്കുകയും 6 മാസക്കാലം കാലാവധിയുള്ള LDFന്റെ നഗരസഭാ ചെയർപേഴ്സൺ നഗരസഭാ സെക്രട്ടറിയുമായി ചേർന്ന് 2 കമ്പനികളിൽ നിന്നും കൊട്ടേഷൻ വാങ്ങി ബഹുമാന കമ്പനിക്ക് 1,79 ലക്ഷം രൂപയ്ക്ക് 5 വർഷക്കാലത്തേക്ക് മുൻകൂർ അനുമതി കൊടുക്കുവാൻ തീരുമാനിക്കുകയും 27 ലക്ഷം രൂപ വാഹനത്തിന് അഡ്വാൻസ് നൽകുകയും ചെയ്ത നടപടികളൊന്നും നഗരസഭാ കൗൺസിലോ ബന്ധപ്പെട്ട സ്ഥിരം സമിതികളോ അറിഞ്ഞിട്ടില്ല. സഞ്ചരിക്കുന്ന ഈ പദ്ധതി കായംകുളത്ത് അപ്രായോഗികവും നടപ്പിലാക്കാൻ പരിമിതികൾ ഏറെയുള്ളതുമാണ്. 6000 രൂപ പൊതുജനങ്ങളിൽ നിന്ന് ഈടാക്കും എന്നത് തന്നെ പ്രായോഗികമല്ല. ഇതിലും കുറഞ്ഞ നിരക്കിൽ സ്വകാര്യ ഏജൻസികൾ ഇപ്പോൾ തന്നെ ഈ ജോലികൾ ചെയ്തു വരുന്നു. നഗരസഭാ അധ്യക്ഷയും സെക്രട്ടറിയും CPMലെ ഒരു വിഭാഗം ആളുകളും ചേർന്ന് നടത്തിയ ഈ അഴിമതിയിൽ പാർട്ടി നേതൃത്വത്തിന് പങ്കില്ലെങ്കിൽ ചെയർപേഴ്സണെ മാറ്റി നിർത്തിയും സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തും വിജിലൻസ് അന്വേഷണം നടത്തുവാൻ തയ്യാറാകണം. കഴിഞ്ഞ 23 ദിവസമായി UDF കൗൺസിലർമാർ നഗരസഭയിൽ റിലേ സത്യാഗ്രഹം അടക്കമുള്ള സമരപരിപാടികൾ നടത്തിവരികയാണ്. 9 വർഷ കാലയളവിനുള്ളിൽ ഇടതു നഗരസഭാ ഭരണം എന്ത് പദ്ധതിയാണ് കായംകുളത്ത് നടപ്പാക്കിയതെന്ന് പരസ്യപ്പെടുത്തുവാൻ LDF ഭരണ നേതൃത്വം തയ്യാറാകണമെന്നും കായംകുളം നഗരസഭയിലെ അഴിമതി വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ചെയർപേഴ്സണെതിരെയും നടപടി എടുക്കുവാനും UDF പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, UDF കൗൺസിലർമാരായ K പുഷ്പദാസ്, AP ഷാജഹാൻ, ബിന്ദു രാഘവൻ തുടങ്ങിയവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് പാചക പരിശീലനം സംഘടിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ സഹകരണത്തോടെയാണ് പരിശീലനം ഒരുക്കിയത്. കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷന്റെ സഹകരണത്തോടെ നഗരസഭ നടത്തിയ ക്യാൻറ്റീൻ ആൻഡ് കാറ്ററിംഗ് തൊഴിൽ വൈദഗ്ധ്യ പരിശീലനം വഴി 40 വനിതകൾ പാചകറാണികളായി മാറി. വാടക്കൽ വാർഡിലെ കുടുംബശ്രീ ADS അംഗങ്ങളാണ് രുചികരമായ വിവിധ വിഭവങ്ങൾ വെച്ച് വിളമ്പാൻ പ്രാപ്തരായി സ്വയം തൊഴിൽ രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. പാചക വിദഗ്ധനായ VJ പ്രശാന്ത് 18 ദിവസം നീണ്ടുനിന്ന പരിശീലനമാണ് ഇവർക്ക് നൽകിയത്. മണ്ണഞ്ചേരിയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സ്കിൽ എക്സ്റ്റൻഷൻ ട്രെയിനിങ്ങിൻ്റെ വുമൺ സ്റ്റാർട്ടപ്പ് ആലപ്പി എന്ന സ്ഥാപനം വഴിയായിരുന്നു പരിശീലനം. പരിശീലനം പൂർത്തിയാക്കിയവർ തനിച്ചും കൂട്ടം ചേർന്നും പായസം ഉൾപ്പെടെയുള്ള രുചിയൂറുന്ന വിഭവങ്ങളാണ് സമാപന ദിവസം ഒരുക്കിയത്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്ക് H. സലാം MLA സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. എല്ലാ ദിവസവും നമ്മൾ അടുക്കളയിൽ കയറി നമ്മൾ പാചകം ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു സാമാന്യമായൊരു പൊതുവായൊരു ബോധം എന്ന് പറഞ്ഞാൽ നമുക്കിത് പൊതുവെ അറിയാം എന്നാണ്. നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യം തന്നെ ഒരുപക്ഷെ ഇവിടെ പ്രശാന്ത് പരിശീലിപ്പിച്ചപ്പോൾ കുറച്ചെങ്കിലും നിങ്ങൾ വ്യത്യാസം തോന്നിക്കാണും. കുറച്ചുകൂടി ടേസ്റ്റിയാക്കാൻ, ഭംഗിയാക്കാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന വ്യത്യസ്തമായി കുറച്ച് വ്യത്യാസപ്പെടുത്തിയാൽ പറ്റുന്നൊരു കാര്യമാണല്ലോ നമ്മൾ ഇത്രയും കൊല്ലം ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചിലപ്പോൾ തോന്നിക്കാണും. ഏതൊരു കാര്യത്തിൻ്റെയും ഒരു മേന്മ എവിടെയാണ്? കാഞ്ഞിരഞ്ചിറ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കൗൺസിലർ മേരി ലീന അധ്യക്ഷയായി. ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സൺ KK ജയമ്മ മുഖ്യപ്രഭാഷണം നടത്തി. സംഘം പ്രസിഡന്റ് BJ ജോൺ, VR മാവോ, VG വിഷ്ണു, രാജേശ്വരി ഉദയൻ, ADS ചെയർപേഴ്സൺ സിനി എന്നിവർ സംസാരിച്ചു. ADS സെക്രട്ടറി മുബീന സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. കായംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ശ്രദ്ധേയമായി. ഇതോടൊപ്പം ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. കായംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടന്നു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. PTA പ്രസിഡന്റ് സിയാദ് മണ്ണാമുറിയുടെ അധ്യക്ഷതയിലാണ് ചടങ്ങ് നടന്നത്. കായംകുളം DYSP N. ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അറിയിക്കണം.
നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ എങ്ങനെയാണ് ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോഴോ ഒരു പുസ്തകം വാങ്ങിച്ചു കൊടുക്കുമ്പോഴോ നിങ്ങൾ അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന്, ഞാൻ വൈകോളം ജോലി ചെയ്ത് മേടിച്ച പൈസ കൊണ്ടാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചതെന്ന് ആ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ ആ പഠനത്തിൻ്റെ മൂല്യം അവർ മനസ്സിലാക്കും. കുട്ടികൾക്ക് ആ പഠനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ ഒരു ലക്ഷ്യബോധമുള്ളവരാക്കണം. ഒരു ലക്ഷ്യം വേണം. എൻ്റെ കുഞ്ഞ് ഒന്നിനും മോശക്കാരനല്ല, ഒരു ലക്ഷ്യം വേണം. അവൻ സിവിൽ സർവീസ് എഴുതണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചെലവ് കുറഞ്ഞ പഠിത്തത്തിലൂടെ കളക്ടറും IPS ഓഫീസറും ആകാൻ പറ്റുന്നെങ്കിൽ സിവിൽ സർവീസാണ് നല്ലത്. വലിയ പൈസ ചിലവില്ല, ഒന്ന് മെനക്കെട്ടാൽ മതി. ഒരു 2 വർഷം നിങ്ങൾ പുസ്തകങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മാറ്റി വെക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിവിൽ സർവീസിൽ കയറാം, ഇല്ലേ? മറ്റുള്ള വിദ്യാഭ്യാസം വെച്ച് നോക്കുമ്പോൾ ഒരു MBBSനൊക്കെ എത്ര ലക്ഷം രൂപ കൊടുത്താൽ പഠിക്കുന്നത്? ഒരു എഞ്ചിനീയറിംഗ് തന്നെ എത്ര ലക്ഷം രൂപ. പക്ഷെ പൈസ ചിലവാക്കാതെ കുട്ടികളൊന്ന് മിടുക്കരായിരുന്ന് പഠിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും സിവിൽ സർവീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഒരാളുടെയും കാല് പിടിക്കാൻ പോകാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ സിവിൽ സർവീസ്, IPS, IAS ഒക്കെ IFS ഇവിടെ ഒക്കെ കൊണ്ടെത്തിക്കാൻ നമുക്ക് മാതാപിതാക്കൾക്ക് കഴിയും. പ്രഥമാധ്യാപകരായ സുൽഫത്ത് ടീച്ചർ, സിദ്ദിഖ് സാർ, സ്കൂൾ മാനേജ്മെൻറ്റ് പ്രതിനിധികളായ രഹന ഹിലാൽ, ജമീല ബീവി, വാർഡ് കൗൺസിലർ ഷീജ റഷീദ്, എക്സൈസ് ഓഫീസർ P പ്രവീൺ, MBTA പ്രസിഡന്റ് നിസ ടീച്ചർ, സുധീർ ആയിരത്തി, താജുദ്ദീൻ ഇല്ലുകുളം, മജീദ് സാർ, ആഫിയ S നൗഫൽ, സുധീർ ഫർസാന, മോനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് കായംകുളം. പാണാവള്ളി ദാറുൽ ഹിഖമിൻ്റെ നേതൃത്വത്തിൽ ജൂൺ 8 ഉറൂസ് മുബാറക്ക സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പൂച്ചാക്കലിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എഡ്യൂഹെൽപ്പ് എന്ന പേരിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണങ്ങളും ആവശ്യമായ നിർദ്ദേശങ്ങളും പഠന സഹായങ്ങളും നൽകി വിപുലമായ പദ്ധതികൾ കേരളത്തിൻ്റെ അകത്തും പുറത്തും നമ്മുടെ ദാറുൽ ഹിഖമിൻ്റെ വിവിധങ്ങളായ സംവിധാനങ്ങളിലൂടെ നടന്നു വരികയാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറക്കുന്ന സമയം, അതുപോലെ പരിശുദ്ധമായ പെരുന്നാൾ കടന്നു വരുന്ന സമയത്ത് ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നവരെ കണ്ടെത്തിയവർക്ക് ഭക്ഷണം നൽകുന്ന റേഷൻ പദ്ധതി നമ്മുടെ ഇതിൻ്റെ ഭാഗമായി നടന്നു വരുന്നു. പാണവള്ളി ദാറുൽ ഹിഖമിൻ്റെ ആഭിമുഖ്യത്തിൽ ആത്മീയ പണ്ഡിതൻ ഷൈഖ് യൂസഫൽ ഖാദിരിയുടെ 25ാമത് ഉറൂസ് മുബാറക് ജൂൺ 9 തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉറൂസിൻ്റെ ഭാഗമായി കേരളത്തിനകത്തും പുറത്തും 1 മാസം നീണ്ടു നിൽക്കുന്ന വിവിധ കർമ്മ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. വിദ്യാഭ്യാസ സഹായം, റേഷൻ പദ്ധതി, കുടിവെള്ള പദ്ധതി, ചികിത്സാ സഹായം, രോഗി സന്ദർശനം, ലഹരി ബോധവൽക്കരണം, അന്നദാനം, പ്രാർത്ഥനാ സംഗമം തുടങ്ങിയവ സംഘടിപ്പിക്കും. 156 അംഗങ്ങളുള്ള സ്വാഗത സംഘം രൂപീകരിച്ചുകൊണ്ടാണ് ഉറൂസും അനുബന്ധ പരിപാടികളും ഒരുക്കുന്നത്. ദാറുൽ ഹിഖം കാമ്പസിൽ രാവിലെ 7:30 അരൂർ പടുതല മഹല്ല് സംയുക്ത ഖാലി സയ്യിദ് PMS തങ്ങൾ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. 10 മണി മുതൽ നടക്കുന്ന പഠന ക്ലാസ്സിൽ അബ്ദുൽ നാസർ ഹസനി വളവട്ടൂർ, അബ്ദുൽ റഷീദ് സഖാഫി ഏലംകുളം എന്നിവർ നേതൃത്വം നൽകും. വൈകുന്നേരം 3 മണി മുതൽ നടക്കുന്ന മനാഖിബ് പാരായണത്തിന് ഹാബിൾ ഖമറുദ്ദീൻ എറണാകുളം നേതൃത്വം നൽകും. വൈകിട്ട് 5 നടക്കുന്ന പ്രാർത്ഥനാ സംഗമത്തിൽ MY അബ്ദുള്ള മുസ്ലിയാർ അധ്യക്ഷനാവും. PSK മൊയ്തു ബാഖവി മാടവന അനുസ്മരണ പ്രഭാഷണം നടത്തും. സയ്യിദ് ഷിഹാബുദ്ദീൻ അസനി കല്ലറയ്ക്കൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. KM മുസ്തഫ സഖാഫി, HA അഹമ്മദ് സഖാഫി ചന്ദ്രൂർ എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗതസംഘ ജനറൽ കൺവീനർ മുഹമ്മദ് ലിയാഖത്ത് സഖാഫി മുണ്ടക്കയം, ദാറുൽ ഹിഖം ജനറൽ മാനേജർ അൻവർ സിദ്ദിഖി കുരുവേലിപ്പടി, ജോയിൻറ്റ് കൺവീനർ അഫ്സൽ സഖാഫി ഏലൂക്കര എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ് പൂച്ചാക്കൽ. ചേർത്തല SNDSൻ്റെ നേതൃത്വത്തിൽ ദൈവദശക ആലാപന മത്സരം സംഘടിപ്പിക്കുന്നു. ജില്ലാതല മത്സരമാണ് സംഘടിപ്പിക്കുന്നത്. ജൂൺ 8 ചേർത്തലയിലാണ് മത്സരം നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന ഞായറാഴ്ച 8-ാം തീയതി പൂത്തോട്ട പാലത്തിൻ്റെ സമീപം പ്രവർത്തിക്കുന്ന പ്രിയം റെസ്റ്റോറൻറ്റിൻ്റെ മേലിലെ ആ ഹാളിൽ വെച്ചാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അവിടെ വരാനായിട്ടുള്ള അസൗകര്യം ഉണ്ടായിരുന്ന എല്ലാവരും ഈ ഒരു മത്സരത്തിൽ നമ്മൾ രാവിലെ 9 മണിക്കാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ വന്ന് പങ്കെടുക്കണം. അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചെയർപേഴ്സൺ ശ്രീ ഷെർലി ഭാർഗവൻ അവർകളാണ്. ഗുരുദീപം ഡയറക്ടർ
ലാൽ സാറാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ജഡ്ജ്മെൻറ്റിലെല്ലാം ഭാരവാഹിത്വം വഹിക്കുന്നത്, മേൽനോട്ടം വഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു 100ഓളം കുട്ടികൾക്ക് പഠനോപകരണ വിതരണം കൂടി ഈ കൂട്ടത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. SNDS നടത്തിവരുന്ന ഗുരുദേവനെ അറിയാം എന്ന പരിപാടിയുടെ ഭാഗമായി ദൈവദശക ആലാപന മത്സരം ജില്ലാതല ഉദ്ഘാടനം ജൂൺ 8 ചേർത്തലയിൽ നടക്കും. ചേർത്തല പൂത്തോട്ടയിൽ പ്രവർത്തിക്കുന്ന പ്രിയം റെസ്റ്റോറൻറ്റ് ഹാളിൽ രാവിലെ 9 മണി മുതലാണ് മത്സരങ്ങൾ നടക്കുന്നത്. മത്സരം നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് പുരുഷൻ ഹരിപ്പാട് അധ്യക്ഷത വഹിക്കും. ജില്ലാ സെക്രട്ടറി G. സൈജു കളത്രക്കാട്ട് പഠനോപകരണങ്ങളുടെ വിതരണം നിർവഹിക്കും. മത്സരങ്ങൾക്കുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ ചേർത്തല പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ സെക്രട്ടറി സൈജു കളത്രക്കാട്ട്, ജയധരൻ തിരുനെല്ലൂർ, ബബീഷ് വടുതല, ഷിബു കളവംകുളം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി ഒരു പരിസ്ഥിതി ദിനം കൂടി. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷം ബഹിഷ്കരിച്ച് കൃഷി വകുപ്പ്. RSS പരിപാടിയിലെ ചിത്രങ്ങളെന്ന് ആരോപിച്ചായിരുന്നു ബഹിഷ്കരണം. രാജ്ഭവന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. നാടിൻ്റെ ഐശ്വര്യമായി ഒരു കുഞ്ഞു വനം. മുഹമ്മയിലെ KV ദയാൽ 2.5 പതിറ്റാണ്ട് മുമ്പാണ് സ്വന്തമായി കാടുണ്ടാക്കി നാടിന് പുതിയ മാതൃകയായത്. വേമ്പനാട്ട് കായലിൽ നിരോധിത പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ കൂമ്പാരമെന്ന റിപ്പോർട്ട്. കായലിൽ നിന്നും ശേഖരിച്ച മാലിന്യത്തിൻ്റെ 4/1 നിരോധിക്കപ്പെട്ടതെന്നും കണ്ടെത്തൽ. വേമ്പനാട്ട് കായലിലുള്ളത് 4500ഓളം ടൺ മാലിന്യം. ദിവസവും 55 കിലോമീറ്ററിലധികം സൈക്കിൾ ചവിട്ടുന്ന ഒരാൾ പരിചയപ്പെടാം. രാമങ്കരി സ്വദേശി രാജപ്പൻ. 25 വർഷത്തിലേറെയായി സൈക്കിളിൽ മാത്രമാണ് 62കാരനായ രാജപ്പൻ്റെ യാത്ര. പാണാവള്ളിയിൽ വാഹനാപകടം. ടൂറിസ്റ്റ് ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. അരുക്കുറ്റി സ്വദേശി 24 വയസ്സുള്ള രാഹുലാണ് മരിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.